എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിനെതിരായ 4ാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ ടീം ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു. പരിക്ക് വകവയ്ക്കാതെ ബാറ്റ് ചെയ്ത ഋഷഭ് പന്തിന്റെ അർദ്ധ സെഞ്ചുറിയും രവീന്ദ്ര ജഡേജ, അൻഷുൽ കാംബോജ് എന്നിവരുടെ തകർപ്പൻ ബൌളിംഗും ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചെത്തിച്ചു. ഇത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. സച്ചിൻ ടെണ്ടുൽക്കർ, ഷോയിബ് അക്തർ, റിക്കി പോണ്ടിംഗ്, കെവിൻ പീറ്റേഴ്സൺ തുടങ്ങിയ ലോകോത്തര താരങ്ങൾ ഋഷഭ് പന്തിന്റെ ബാറ്റിംഗിനെയും ഇന്ത്യൻ ബൌളിംഗിനെയും പ്രശംസിച്ച് രംഗത്തെത്തി. 4ാം ടെസ്റ്റിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് ഇന്ത്യയെ ബാറ്റിംഗിനയക്കുകയായിരുന്നു. ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് 358 റൺസിന് അവസാനിച്ചു. സായ് സുദർശൻ, യശസ്വി ജയ്സ്വാൾ, കെ.എൽ. രാഹുൽ, ഷാർദുൽ താക്കൂർ എന്നിവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ചർച്ചകളിൽ നിറഞ്ഞു നിന്നത് ഋഷഭ് പന്തിന്റെ ബാറ്റിംഗായിരുന്നു. പരിക്കേറ്റ കാലുമായി ക്രീസിലെത്തിയ പന്ത് 54 റൺസിന്റെ വെടിക്കെറ്റ് ഇന്നിംഗ്സാണ് കാഴ്ചവെച്ചത്. ജോഫ്ര ആർച്ചറിനെതിരെ നടത്തിയ റിവേഴ്സ് സ്വീപ്പ് ഉൾപ്പെടെയുള്ള ഷോട്ടുകൾ അദ്ദേഹത്തിന്റെ അസാമാന്യ ധൈര്യം വിളിച്ചോതുന്നതായിരുന്നു. എന്നാൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ പ്രകടനം ഒരു ട്രെയിലർ മാത്രമായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിനെ ഇന്ത്യൻ ബൌളർമാർ നിലം പരിശാക്കി. രവീന്ദ്ര ജഡേജയും അരങ്ങേറ്റക്കാരൻ അൻഷുൽ കാംബോജും ചേർന്ന് ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയെ തകർത്ത് ടീം ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഋഷഭ് പന്തിന്റെ ബാറ്റിംഗിനെയും ഇന്ത്യൻ ബൌളിംഗിനെയും പ്രശംസിച്ച് ക്രിക്കറ്റ് ലോകത്തെ പ്രമുഖർ രംഗത്തെത്തിയിട്ടുണ്ട്. ക്രിക്കറ്റിന്റെ ദൈവമെന്നറിയപ്പെടുന്ന സച്ചിൻ ടെണ്ടുൽക്കർ പന്തിന്റെ പോരാട്ട വീര്യത്തെയും ജഡേജ കാംബോജ് കൂട്ടുകെട്ടിന്റെ ബൌളിംഗിനെയും അഭിനന്ദിച്ചു. അതിങ്ങനെയായിരുന്നു: ഋഷഭ് പന്ത് പരിക്കേറ്റ കാലുമായി കളത്തിലിറങ്ങി 54 റൺസ് നേടിയത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആത്മാവിനെയാണ് കാണിക്കുന്നത്. ജോഫ്ര ആർച്ചറെ പോലുള്ള ഒരു വേഗതയേറിയ ബൌളർക്കെതിരെ റിവേഴ്സ് സ്വീപ്പ് കളഞ്ഞത് അദ്ദേഹത്തിന്റെ നിർഭയമായ മാനസികാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. പന്ത് തന്റെ ഇന്നിംഗ്സിലൂടെ ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ നേടിക്കൊടുക്കുക മാത്രമല്ല, താനൊരു വലിയ മാച്ച് വിന്നറാണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുക്കുകയും ചെയ്തു, സച്ചിൻ പറഞ്ഞു. ജഡേജയുടെ അനുഭവസമ്പത്തും കാംബോജിന്റെ അരങ്ങേറ്റത്തിലെ പ്രകടനവും കളിയുടെ ഗതി മാറ്റിയെന്നും 3ാം ദിവസം ജഡേജയും ബുംറയും ചേർന്ന് ഇംഗ്ലണ്ടിനെ 350 റൺസിന് താഴെ ഓൾ ഔട്ടാക്കുമെന്നും ഇന്ത്യ ഈ ടെസ്റ്റ് വിജയിക്കുമെന്നും സച്ചിൻ കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ പേസർ ഷോയിബ് അക്തർ എന്ന റാവൽപിണ്ടി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന താരം ഋഷഭ് പന്തിന്റെ ബാറ്റിംഗിനെ ഒരു അത്ഭുതമായാണ് വിശേഷിപ്പിച്ചത്. പരിക്കേറ്റ കാലുമായി 54 റൺസ് നേടുന്നത് അത്ഭുതകരമാണ്. എന്റെ കരിയറിൽ നിരവധി കളിക്കാരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഋഷഭിനെ പോലെയുള്ള ധൈര്യവും അഭിനിവേശവും ചുരുക്കം ചില ബാറ്റ്സ്മാൻമാരിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ജോഫ്ര ആർച്ചറിനെതിരെ അദ്ദേഹം ഷോട്ട് കളഞ്ഞ രീതി അദ്ദേഹത്തിന്റെ നിർഭയമായ ശൈലിയെ കാണിക്കുന്നു. ജഡേജയുടെ സ്പിന്നും കാംബോജിന്റെ അരങ്ങേറ്റത്തിലെ പ്രകടനവും ഇന്ത്യയ്ക്ക് പ്രതിഭകളുടെ കുറവില്ലെന്ന് തെളിയിക്കുന്നു. 3ാം ദിവസം ജഡേജ ബുംറ സഖ്യം ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാരെ ബുദ്ധിമുട്ടിക്കും. ഇംഗ്ലണ്ട് 300-320 റൺസിനുള്ളിൽ ഓൾ ഔട്ട് ആകുമെന്നും ഇന്ത്യ ഈ ടെസ്റ്റ് എളുപ്പത്തിൽ വിജയിക്കുമെന്നും അക്തർ പറഞ്ഞു. അതുപോലെ ഓസ്ട്രേലിയൻ മുൻ നായകൻ റിക്കി പോണ്ടിംഗ് ഋഷഭ് പന്തിനെ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനായി പ്രശംസിച്ചു. പോണ്ടിംഗ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പരിക്കേറ്റ കാലുമായി ഋഷഭ് പന്ത് ചെയ്തത് ഓരോ ക്രിക്കറ്റ് കളിക്കാരനും പ്രചോദനമാണ്. അദ്ദേഹത്തിന്റെ 54 റൺസ് ഇന്ത്യയ്ക്ക് 350-ൽ അധികം സ്കോർ നേടിക്കൊടുത്തു. ഇത് ഈ ടെസ്റ്റിൽ ഒരു ഗെയിം ചേഞ്ചറായി മാറും. ജഡേജ ലോകത്തിലെ ഏറ്റവും മികച്ച സ്പിന്നർമാരിൽ ഒരാളാണെന്ന് തെളിയിച്ചു. കാംബോജ് അരങ്ങേറ്റത്തിൽ തന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. 3ാം ദിവസം ജഡേജയും ബുംറയും ചേർന്ന് ഇംഗ്ലണ്ട് ബാറ്റിംഗിനെ തകർക്കും. ഇംഗ്ലണ്ട് 340 റൺസിന് മുമ്പ് ഓൾ ഔട്ട് ആകുമെന്നും ഇന്ത്യ ടെസ്റ്റ് എളുപ്പത്തിൽ വിജയിക്കുമെന്നും ഞാൻ കരുതുന്നു, പോണ്ടിംഗ് അഭിപ്രായപ്പെട്ടു. ഇംഗ്ലണ്ട് മുൻ താരം കെവിൻ പീറ്റേഴ്സണും സ്വന്തം ടീമിനെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യൻ കളിക്കാരെ പ്രശംസിച്ചു. പരിക്കേറ്റ കാലുമായി ഋഷഭ് പന്ത് 54 റൺസ് നേടിയത് അവിശ്വസനീയമാണ്. ജോഫ്ര ആർച്ചർ, ബെൻ സ്റ്റോക്സ് എന്നിവരെ പോലുള്ള ബൌളർമാരെ പന്ത് ലക്ഷ്യം വെച്ചത് അദ്ദേഹത്തിന്റെ ക്ലാസ് കാണിക്കുന്നു. ഈ ഇന്നിംഗ്സ് ഇന്ത്യയെ ശക്തമായ നിലയിലെത്തിച്ചു. ഇംഗ്ലണ്ടിന് ഇതൊരു അപകട സൂചനയാണ്. ജഡേജയും കാംബോജും ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കി. 3ാം ദിവസം ജഡേജയും ബുംറയും ഇംഗ്ലണ്ട് ബാറ്റിംഗിനെ തകർക്കും. ഇംഗ്ലണ്ട് 330 റൺസിനടുത്ത് ഒതുങ്ങും. ഇംഗ്ലണ്ടിന് തിരിച്ചു വരണമെങ്കിൽ ആദ്യ സെഷനിൽ തന്നെ എന്തെങ്കിലും അത്ഭുതം കാണിക്കണം, അല്ലാത്തപക്ഷം ഈ ടെസ്റ്റ് ഇന്ത്യയുടെ പേരിലാകും, പീറ്റേഴ്സൺ പറഞ്ഞു. ടീം ഇന്ത്യ ഇപ്പോൾ പന്തിന്റെ പരിക്ക് കാരണം മികച്ച ഒരു ബാറ്റ്സ്മാനെ തേടുകയാണ്. മലയാളി താരം സഞ്ജു സാംസണെ ടീമിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് ആരാധകർ ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ട്. സഞ്ജു വന്നാൽ ടീമിന്റെ പ്രകടനം മെച്ചപ്പെടുമെന്നും കളിയുടെ ഗതി തന്നെ മാറുമെന്നുമാണ് ഇതിഹാസ താരങ്ങൾ പോലും പറയുന്നത്. നിലവിൽ ഇന്ത്യയ്ക്കായി കളിക്കുന്നത് ധ്രുവ് ജൂറേലാണ്. 5ാം ടെസ്റ്റിൽ പന്തിനു പകരം സഞ്ജു ടീമിലെത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ലോകത്തിലെ പ്രമുഖരായ ക്രിക്കറ്റ് താരങ്ങൾ ഋഷഭ് പന്തിന്റെ ബാറ്റിംഗിനെയും ടീം ഇന്ത്യയുടെ ബൌളിംഗിനെയും പ്രശംസിച്ചത് കണ്ടല്ലോ. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന ഈ 4ാം ടെസ്റ്റ് മത്സരം ഏത് ടീം വിജയിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.